Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും? Clear ആണോ? Oxygen, nitrous oxide, nitrogen, vacuum, compressed air. Okay. ഒരു മിനിറ്റ്. മിസ് കഴിഞ്ഞ ദിവസം എടുത്തില്ലേ മാനിഫോൾഡ് സിസ്റ്റം? നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നില്ലേ? കാണുന്നുണ്ടോ? ഇതാണ് മാനിഫോൾഡ് സിസ്റ്റം. പിന്നെ എന്താണ് ഇതിൽ നോക്കിയ ഒരു സൈഡിൽ എന്താണ് ഒന്നിൽ കൂടുതൽ സിലിണ്ടേഴ്സ് ഉണ്ട് അല്ലെ? അപ്പൊ എന്താണ് മിക്ക സ്ഥലങ്ങളിലും ഒന്നിൽ കൂടുതൽ 2, 3, 4 ഒരുപാട് സിലിണ്ടേഴ്സ് വരെ ഒരു സൈഡില് അവിടെ ഉണ്ടാവും. അപ്പൊ ഒരു സൈഡിനെയാണ് നമ്മൾ പ്രൈമറി എന്ന് പറയുന്നത്, രണ്ടാമത്തെ സൈഡിനെ സെക്കൻഡറി റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്താണ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള കൺട്രോൾ പാനൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാണുന്നില്ലേ നിങ്ങൾ? ഒരു ബോക്സ് പോലെ കണ്ടോ, നടുക്കായിട്ട് സെൻട്രലായിട്ട്. അതെന്താണ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെന്താണ് ഒന്നിന്റെ ബാക്ക് പോലെ ഇപ്പൊ പ്രൈമറി റെഗുലേറ്റേഴ്സിന്റെ ഗ്യാസ് തീർന്നു പോകുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ സെക്കൻഡറി റെഗുലേറ്റേഴ്സിന്റെ ഉള്ളിൽ എന്താണ് ഗ്യാസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ക്ലിയർ ആയോ? അതിനു വേണ്ടിയിട്ടാണ് ഒരു സൈഡ് എന്താണ് ഒന്നിന്റെ ബാക്കപ്പ് പോലെ സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞത്. പിന്നെന്താണ് പ്രഷർ നോക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഷർ റെഗുലേറ്റേഴ്സ് ഇവിടെ കണ്ടോ, പ്രഷർ എത്രയാണ് അതെന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ സൂം ചെയ്ത് കറക്റ്റ് ആയിട്ട് നോക്കാം കേട്ടോ. പ്രഷർ റെഗുലേറ്റേഴ്സ് ഉണ്ടായിരിക്കും. കൂടാതെ വാർണിംഗ് ലാമ്പ് എന്താണ് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട് അല്ലെ, എന്തെങ്കിലും തകരാറുകൾ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു സൈഡിലെ പ്രൈമറി റെഗുലേറ്റേഴ്സിലെ ഗ്യാസ് തീർന്നു പോയി, അപ്പൊ അവരെ വിവരം അറിയിക്കണം അല്ലെ, അലേർട്ട് ചെയ്യണ്ടേ? പ്രൈമറി റെഗുലേറ്റേഴ്സിലെ ഗ്യാസ് തീർന്നു പോയി, അലേർട്ട് ചെയ്യണോ? അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് വാർണിംഗ് ലാമ്പ് അതോടെ സ്വിച്ച് ചെയ്തിരിക്കുന്നത്, അവരെ വിവരം അറിയിക്കുന്നതിന് വേണ്ടി. ക്ലിയർ ആയത്? മാനിഫോൾഡ് സിസ്റ്റം ഓക്കെ ആയോ? നെക്സ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അത് എടുത്തിട്ട്. നെക്സ്റ്റ് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം. വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം ടു ഗിവ് ഇൻഫർമേഷൻ for the responsible staff about the whole plant in case of failure detection or change requirements. എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരിക, വ്യത്യാസങ്ങൾ ആവശ്യത്തിൽ എന്തെങ്കിലും ഗ്യാസുകളുടെ വ്യത്യാസങ്ങൾ വരുമ്പോൾ എന്താണ് അത് ബന്ധപ്പെട്ട ആളുകളെ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഉത്തരവാദിത്വം അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകൾ ഉണ്ടായല്ലേ, ഗ്യാസുകള് ആ സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലേ, സ്റ്റാഫുകള്. അവരെ മുന്നറിയിപ്പ് നൽകുന്നതിന്, അവരെ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അലാം സിസ്റ്റം ഘടിപ്പിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മ എന്താണ് റോഡിൽ കൂടി വണ്ടി ഓടിച്ചു പോവാണ്, അപ്പൊ ആംബുലൻസിന്റെ അലാം സിസ്റ്റം കാണുമ്പോ നമുക്ക് അലാം സിസ്റ്റം കേൾക്കുമ്പോ നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മ വണ്ടി ഒതുക്കി കൊടുക്കും അല്ലേ? എന്താണ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഒരു പേഷ്യൻസിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ആംബുലൻസ് വരുന്നുണ്ട് അല്ലെ, എന്താണ് വണ്ടി സൈഡ് ഒതുക്കി കൊടുക്കണം അല്ലെ, അതിനല്ലേ അലാം സിസ്റ്റം ഘടിപ്പിച്ചിരിക്കുന്നത് ആംബുലൻസില്. എല്ലാവരും ഇന്ന് ഉറങ്ങുകയാണോ? വാണിംഗ് കൊടുക്ക. അതേപോലെ ഇവിടെ എന്തിനായിരിക്കും ഒന്നില്ലെങ്കിൽ ഗ്യാസുകൾ തീർന്നു പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാസ് ആ സിസ്റ്റത്തിൽ എന്തെങ്കിലും തകരാറ് സംഭവിക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരുമ്പോ അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകൾക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ള സ്റ്റാഫുകളെ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അലാം സിസ്റ്റം.
Hence, there are two main alarm system. രണ്ട് തരത്തിലുള്ള അലാം സിസ്റ്റം ആണുള്ളത്. മാസ്റ്റർ അലാം ആൻഡ് ഏരിയ അലാംസ്. നമ്മുടെ വീടുകളിൽ മാസ്റ്റർ ലൈറ്റ് ഉണ്ട്, ഉണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അറിയാമായിരിക്കെങ്കിലും മാസ്റ്റർ ലൈറ്റ് ഉണ്ട്. എന്താണ് പ്രത്യേകത? എന്താണ് മാസ്റ്റർ ലൈറ്റിന്റെ? ആ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാല് എന്ത് ചെയ്യും? നമ്മുടെ വീടിന്റെ ചുറ്റുമുള്ള എല്ലാ ലൈറ്റും ഓൺ ആവും അല്ലെ? അല്ലെ? എല്ലാ ലൈറ്റും ഓൺ ആവും. നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരെയാണ് അല്ലെ? അപ്പൊ എന്താ, അതിന് വേണ്ടിയിട്ടാണ് റൂമുകളിൽ മാസ്റ്റർ ലൈറ്റുകൾ ഇടുന്നത്. അതേപോലെ ഇവിടെ എന്താണ്, മാസ്റ്റർ അലാമും ഏരിയ അലാമുമാണ് ഉള്ളത്. മാസ്റ്റർ അലാം മോണിറ്റേഴ്സ് ദ മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് സോഴ്സ് കണ്ടീഷൻ. മാസ്റ്റർ അലാം മോണിറ്റർ ചെയ്യുന്നത്, നിരീക്ഷിക്കുന്നത് ഗ്യാസ് ലൈനിന്റെ മെയിൻ സോഴ്സ് എവിടെയാണ്? ഉറവിടത്തെയും അവിടുത്തെ കണ്ടീഷനെയും അവസ്ഥയെയുമാണ് ഈ മാസ്റ്റർ അലാം നിരീക്ഷിക്കുന്നത്. ഏരിയ അലാം ആർ ഫൗണ്ട് ഓൺ അലാം panels on their function is to monitor the condition of specific critical care areas. Specific ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ക്രിട്ടിക്കൽ ഏരിയാസിലെ പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യാൻ, നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏരിയ അലാംസ്. അപ്പൊ മാസ്റ്റർ അലാം എന്ന് പറഞ്ഞാല് മൊത്തത്തിലുള്ള ആ ഗ്യാസ് ലൈനിന്റെ സോഴ്സിന്, ഇപ്പൊ എന്താണ്, മാനിഫോൾഡിംഗ് സിസ്റ്റത്തിലെ ആവാം, അതല്ലെങ്കിൽ ഗ്യാസുകൾ നമുക്ക് എവിടെ നിന്നാണോ സെൻട്രലൈസ്ഡ് പൈപ്പ് ലൈൻ വഴി വരുന്നത്, അപ്പൊ ആ സിസ്റ്റത്തിനെ മോണിറ്റർ ചെയ്യാനാണ് മാസ്റ്റർ അലാം. ഏരിയ അലാം എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയ, ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ അപ്പൊ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങളെ മാത്രം മോണിറ്റർ ചെയ്യാനായിരിക്കും, അതല്ലെങ്കിൽ ഐസിയിലെ ഗ്യാസ് സിസ്റ്റത്തെ മോണിറ്റർ ചെയ്യാനായിരിക്കും. ആ പെർട്ടിക്കുലർ ഏരിയയെ മോണിറ്റർ ചെയ്യുക, അവിടുത്തെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? Okay, next outlet. Next വരുന്നത് outlet and inlet. Outlet are points at which connection can be made to the medical gas piping system to supply under pressure, while inlets supply vacuum. എന്താണ് എന്ന് വെച്ചാല്, നമുക്ക് ഇൻലെറ്റുകള് വാക്വം വിതരണം ചെയ്യുമ്പോൾ സമ്മർദ്ദത്തിൽ വിതരണം ചെയ്യുന്നതിനായി മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ വഴി കണക്ഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന പോയിന്റുകളെയാണ് ഔട്ട്ലെറ്റുകൾ എന്ന് പറയുന്നത്. മിസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഔട്ട്ലെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ഈ റൂമുകളില്, അതല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ റൂമുകളില്, അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ സ്വിച്ച് ബോർഡ് പോലെ കണ്ടിട്ടുണ്ടോ? ഗ്യാസ് വലിക്കുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് ആ പൈപ്പ് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിനെയാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ആ സോഴ്സ്, ആ ഗ്യാസ് വലിക്കുന്നതിന് വേണ്ട ആ പോയിന്റിനെയാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തുമ ഘടിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ, മാനിഫോൾഡ് സിസ്റ്റത്തിന്, അല്ലെങ്കിൽ ഗ്യാസുമ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അതിനെയാണ് ഇൻലെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇതുണ്ടോ? ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? റൂമുകളില് ഇതുണ്ടോ? ഇതിൽ നിന്നായിരിക്കും പൈപ്പ് ലൈൻ വഴി നമുക്ക് ഗ്യാസ് തരുന്നത്, ആവശ്യമായ ഓക്സിജൻ ഒക്കെ തരുന്നത്. ക്ലിയർ ആണെന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ആ, പിന്നെ ഇതിൽ ഇവിടെ തന്നിട്ടുണ്ടോ? ഇവിടെ കണ്ടോ സ്വിച്ച് ബോർഡ് പോലെ, അതിൽ നിന്ന് നമുക്ക് മാസ്കില് ഗ്യാസുകൾ വിതരണം ചെയ്യാൻ പറ്റുന്നത്, ഓക്സിജനൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ളതിനെയാണ് ഔട്ട്ലെറ്റുകൾ എന്ന് പറയുന്നത്. നമുക്ക് വിതരണം ചെയ്യുന്നതിനുള്ള, പേഷ്യൻസിന് ഗ്യാസുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ആ പോയിന്റിനെയാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ആ മാനിഫോൾഡിംഗ് സിസ്റ്റം? ഇവിടെയൊക്കെ കണ്ടില്ലേ പോയിന്റ്, ഇങ്ങനെ ഗ്യാസ് എടുത്തേക്കുന്നത്, ഓരോ സിലിണ്ടറിൽ നിന്ന് മാനിഫോൾഡ് സിസ്റ്റം കണ്ടില്ലേ? സ്ക്രീനിൽ കാണുന്നുണ്ടോ മാനിഫോൾഡ് സിസ്റ്റം? അപ്പൊ അതിനെയാണ് ഇൻലെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തന്ന് പഠിപ്പിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. മിസ് തിയറി ആണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഇമേജ് ഒക്കെ ഇട്ട് മിസ് കാണിച്ചു തരുന്നത് കേട്ടോ. ഇതിപ്പോ ഓക്കെ ആയോ? ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ഓക്കെ ആയോ? മാനിഫോൾഡ് സിസ്റ്റം ഓക്കെ ആയോ? ഓക്കെ,
നെക്സ്റ്റ് എടുക്കാം മിസ്സിന്. നെക്സ്റ്റ് സെക്കൻഡറി എക്യുപ്മെന്റ്സുകൾ, ദ്വിതീയമായിട്ടുള്ള സെക്കൻഡറി ആയിട്ടുള്ള ഉപകരണങ്ങൾ ഏതെല്ലാമാണ്? ഹോൾ ഹോസസ്. ഹോൾ ഹോസസ് എന്ന് പറഞ്ഞാൽ ഇത് വലിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഹോസില്ലേ? നമ്മൾ ഗ്യാസും വെക്കും നമ്മുടെ വീടുകളില്. ഗ്യാസ് കണക്ട് ചെയ്യുന്ന ഹോസ് കണ്ടിട്ടുണ്ടോ? ചെറിയൊരു ട്യൂബ് പോലെ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഈ ഗ്യാസ് വലിക്കുന്ന ഹോസസ് ആണ് ഹോൾ ഹോസസ്. പിന്നെ ഗ്യാസ് ഫ്ലോ മീറ്റർ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഗ്യാസ് ഇങ്ങനത്തെ ഈ ഇത് ടെസ്റ്റ് ട്യൂബ് പോലെ നിൽക്കുന്നത് ഈ മീറ്റർ ഉണ്ടോ? ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടോ ഗ്യാസും ഹോസ്പിറ്റലില്? കാണുന്നുണ്ടോ നിങ്ങൾക്ക് സ്ക്രീനിൽ മിസ് ഇട്ടേക്കുന്നത്? കണ്ടിട്ടില്ല? ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് ഗ്യാസ് ഫ്ലോ മീറ്റർ. എന്താണ്? ഗ്യാസ് എത്ര പ്രഷറിലാണ് വരുന്നത് അത് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്യാസ് ഫ്ലോ മീറ്റർ. നമുക്ക് അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ പ്രഷർ കുറയ്ക്കണം, കൂട്ടണം എന്നൊക്കെ അതിന്റെ ഇതിന് വേണ്ടിയിട്ടാണ് ഗ്യാസ് ഫ്ലോ മീറ്റർ. നെക്സ്റ്റ് ഗേജ്. ഗേജ് കാണിച്ചു തരാം. ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? സിലിണ്ടേഴ്സും ഈ ബ്ലൂ കളറില് നമ്മുടെ ഈ ചെറിയ ചെറിയ ടൈം പീസ് പോലെ കണ്ടിട്ടുണ്ടോ? കാണുന്നുണ്ടോ നിങ്ങൾക്ക് മിസ് എടുത്തിട്ടേക്കുന്ന ഇമേജസ്? ഉണ്ടോ? അതാണ് ഗേജ്. ഇതെന്ത് ചെയ്യാ? നിങ്ങൾ കണ്ടിട്ടില്ല? ഓക്കെ, ഇനി ശ്രദ്ധിക്കാട്ടാ. ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഇത് ചിലപ്പോ ഇത് ഒരെണ്ണമാകാം, അതല്ലെങ്കിൽ രണ്ടെണ്ണമാകാം, അതല്ലെങ്കിൽ ഇതിൽ കൂടുതലും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ അടിച്ചു കൊടുത്തേക്കാല് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ മിസ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം. അപ്പൊ ഇത് നമ്മുടെ കാറുകളില് ഫ്യൂവല് തീർന്നു കഴിയുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? ഫ്യൂവല് എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ ഇതില് ഫ്യൂവൽ എംറ്റി ആവാറായിട്ടുണ്ട്, ഫ്യൂവൽ അല്ല, ഇതിൽ ഗ്യാസ് തീരാറായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഗേജ് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സിലിണ്ടറില് ഗ്യാസ് എത്രത്തോളം ഉണ്ട്. മറ്റേത് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെന്താണ്? ഗ്യാസ് സിലിണ്ടറില് ഗ്യാസ് എത്രത്തോളം ഉണ്ട് എന്നറിയാൻ. ഗേജ് ഓക്കെ ആയോ? ഓക്കെ. നെക്സ്റ്റ് ആൻഡ് വാക്വം റെഗുലേറ്റേഴ്സ്. റെഗുലേറ്റേഴ്സ് നമ്മുടെ വീടുകളില് റെഗുലേറ്റേഴ്സ്, ഗ്യാസുമ്മ റെഗുലേറ്റേഴ്സ് ഉണ്ടാവും. എന്തിനാണത്? കൺട്രോൾ ചെയ്യാൻ അല്ലെ? ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും, നമുക്ക് ആവശ്യമുള്ളപ്പോ അത് ഓൺ ആക്കാനും ആവശ്യമില്ലാത്തപ്പോ അത് ഓഫ് ചെയ്ത് സൂക്ഷിക്കാനും. പിന്നെ എന്താണ്? പുതിയൊരു സിലിണ്ടർ കണക്ട് ചെയ്യണമെങ്കിൽ എന്താണ്? നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ട് ഈ റെഗുലേറ്റർ ഊരൂല്ലേ അല്ലേ? ഓഫ് ചെയ്ത് റെഗുലേറ്റർ ഊരിയിട്ടല്ലേ വേറെ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് റെഗുലേറ്റേഴ്സ്. ആർനോ ഇതൊക്കെ എന്താണ്? ഹോൾ ഹോസസ്, ഗ്യാസ് ഫ്ലോ മീറ്റേഴ്സ്, ഗേജ് ആൻഡ് വാക്വം റെഗുലേറ്റേഴ്സ് ആർ നോട്ട് പാർട്ട് ഓഫ് ദി പൈപ്പ് ലൈൻ സിസ്റ്റം. ഇത് പൈപ്പ് ലൈനിന്റെ ഭാഗമല്ല. They can contribute greatly to gas and vacuum consumption. എന്താണ്? വാക്വം വിതരണം ചെയ്യുന്നതിൽ ഇതൊരു എന്താണ്? നല്ല ഒരു കോൺട്രിബ്യൂട്ട് അല്ലെ, സംഭാവന നൽകുന്നുണ്ട് ഇല്ലേ? നമുക്ക് ഗ്യാസ് എത്രത്തോളം ഉണ്ട് അല്ലെ? ഇപ്പൊ എന്താണ്? ഗ്യാസ് നമുക്ക് കൺട്രോൾ ചെയ്യണം, ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ സിലിണ്ടർ മാറ്റണം അല്ലേ? അല്ലെങ്കിൽ എന്താണ്? ഗ്യാസിന്റെ പ്രഷർ അറിയണമെങ്കിലൊക്കെ എന്ത് നമുക്ക് ആവശ്യമാണ്? ഗേജുകളും ഗ്യാസ് ഫ്ലോ മീറ്റേഴ്സും റെഗുലേറ്റേഴ്സും ഒക്കെ ആവശ്യമാണ് അല്ലെ? അപ്പൊ ഇതെന്താണ്? സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന് ഒരു വലിയ സംഭാവന നൽകുന്നുണ്ട് ഈ സെക്കൻഡറി എക്യുപ്മെന്റ്സുകള്. ദീസ് ഐറ്റംസ് ഷുഡ് ബി ചെക്ക്ഡ് ഫ്രീക്വന്റ്ലി ആസ് എ പാർട്ട് ഓഫ് റുട്ടീൻ ഇൻസ്പെക്ഷൻ പ്രൊസീജിയേഴ്സ്. എന്താണ്? പതിവ് പരിശോധനയുടെ ഭാഗമായിട്ട് ഈ ഇനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പരിശോധന നടത്തുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ ഗ്യാസിന്റെ ഹോസുകള്, പൈപ്പുകൾ നമ്മൾ പരിശോധിപ്പിക്കാറുണ്ടോ? ഒരു വർഷം അല്ലെ, 2 വർഷം കഴിയുമ്പോൾ നമ്മൾ അത് പരിശോധിപ്പിക്കാറുണ്ട് അല്ലെ? എന്താണ്? അതിനെന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ അല്ലെ? അപ്പൊ ലീക്കിംഗ് ഉണ്ടോ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ ഈ സെക്കൻഡറി എക്യുപ്മെന്റുകള് പതിവ് പരിശോധനയുടെ ഭാഗമായിട്ട് പരിശോധിക്കാറുണ്ട്. ക്ലിയർ ആയോ?
ഇത്രയും ഭാഗം ബാക്കി എല്ലാവർക്കും. പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാട്ടാ. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിലും ഒന്ന് നോക്കുക. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. അഡ്വാൻറ്റേജ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? നമുക്ക് എന്താണ് സെൻട്രലൈസ്ഡ് AC എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ആ AC ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെ, എഫക്റ്റീവ് ആയിട്ടുള്ള ഹൈ വോൾട്ടിലുള്ള അല്ലെ AC ഫിറ്റ് ചെയ്തിട്ട് എന്താണ് അതിന്റെ ഇതെല്ലായിടത്തേക്കും നമുക്ക് എത്തൂ അല്ലെ, ആണോ? ആ കൂളിങ്, ACയുടെ കൂളിങ് എല്ലാ ഹോൾ ഏരിയയിലേക്ക് എത്തും. അതേപോലെ എന്താണ് ഈ സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇങ്ങനെയുള്ള ഗ്യാസുകളൊക്കെ വെച്ച് കാണിട്ട് എന്ത് ചെയ്യുന്നു? പൈപ്പ് ലൈൻ വഴി ആവശ്യമായ ഏരിയയിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അതാണ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം. ക്ലിയർ ആയോ? ഇങ്ങനെയുള്ള മാനിഫോൾഡ് സിസ്റ്റം റൂമുകൾ ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടേഴ്സ് ക്യാരി ചെയ്യുന്ന സൂക്ഷിക്കുന്ന ഏരിയാസ് ആ റൂമുകളിൽ നിന്നൊക്കെ ആയിരിക്കും പൈപ്പ് ലൈൻ വഴി ഈ ഗ്യാസുകൾ വിതരണം ചെയ്യുന്നത്. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ക്ലിയർ ആയത്? ഓക്കെ. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് ഫോർ പേഷ്യൻസിന് എന്തൊക്കെ ഗുണങ്ങളാണ്? There will be no disturbing sight of oxygen cylinders at the bedside. Bedside അല്ല ട്ടാ, bedside. സൈഡ് എന്നാണ് ട്ടാ. ക്ലിയർ, കറക്റ്റ് ചെയ്യാത്. എന്താണ്? നമ്മുടെ ബെഡിന്റെ സൈഡിൽ ഈ സിലിണ്ടേഴ്സ് വെക്കുന്നത് കൊണ്ടുള്ള ഡിസ്റ്റർബൻസ്, ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സാധിക്കുന്നു അല്ലെ. ചിലപ്പോ എന്താണ് പേഷ്യൻസ് പെട്ടെന്ന് എണീക്കുമ്പോ എന്താണ് സിലിണ്ടർ തട്ടി വീഴുക, അതല്ലെങ്കിൽ ആ സിലിണ്ടർ ഏത് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കും അതിന്റെ എന്താണ് വോയിസ് കേട്ട് അല്ലെ, സൗണ്ട് കേട്ട് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവുക. അപ്പൊ അതിൽ നിന്നൊക്കെ എന്താണ് ഈ പേഷ്യൻസിനെ നമുക്ക് ആ ഡിസ്റ്റർബൻസിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? Eliminating of the annoying noise from the movement of cylinders in and around the hospital. ഹോസ്പിറ്റലിനുള്ളിലും ഹോസ്പിറ്റലിനും ചുറ്റിലും അല്ലെ ഒരുപാട് സ്ഥലങ്ങളില് ഈ സിലിണ്ടേഴ്സ് കൊണ്ടുപോകുമ്പോൾ മൂവ്മെന്റ് കൊണ്ടുണ്ടാകുന്ന നോയ്സ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? കുറയ്ക്കാൻ സാധിക്കുന്നു. നമുക്കിപ്പോ ഒരു ഏരിയയിലേക്ക് മാത്രം മതിയോ സിലിണ്ടർ, ഓക്സിജൻ സിലിണ്ടർ അല്ലെങ്കിൽ നൈട്രസ് ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് പർട്ടിക്കുലർ ഒരു ഏരിയയിൽ മാത്രം മതിയോ? അതല്ലെങ്കിൽ നമുക്ക് ICUയിൽ വേണം അല്ലെ, എന്താണ് റൂമുകളിൽ വേണം, സർജറി ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ വേണം അല്ലെ, ലേബർ റൂമിൽ വേണം അല്ലെ, എല്ലായിടത്തും വേണ്ടേ? അപ്പൊ എല്ലായിടത്തും ഈ എന്താണ് സിലിണ്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും. എന്ത് ചെയ്യും? സൗണ്ട് കേൾക്കും അല്ലെ, സൗണ്ട് അല്ലേ സിലിണ്ടർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുമ്പോ റോൾ ചെയ്യുമ്പോ അല്ലെ. അപ്പൊ ആ നോയിസ് ഹോസ്പിറ്റലിന് പരിസരത്തും മറ്റുമുള്ള സൗണ്ടുകൾ, ഈ സിലിണ്ടേഴ്സിന്റെ സൗണ്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു. പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റെറൈൽ ഏരിയാസ് ഫ്രം കണ്ടാമിനേഷൻ ഡ്യൂ ടു ദ യൂസ് ആൻഡ് മൂവ്മെന്റ് ഓഫ് സിലിണ്ടേഴ്സ്. എന്താണ്? സ്റ്റെറൈൽ ചെയ്ത ഏരിയയിൽ കണ്ടാമിനേഷൻ, മലിനീകരണം നടത്താതിരിക്കാനും ഈ സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം നമുക്ക് ഗുണം നൽകുന്നു. ഇപ്പൊ നമ്മ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ICU, വെന്റിലേറ്റർ ഈ ഏരിയയൊക്കെ അങ്ങനെയുള്ളതാണ്. സ്റ്റെറിലൈസ് ചെയ്ത ഏരിയാസ് ആണ് അല്ലെ, അണുവിമുക്തമാക്കിയ ഏരിയയിലെ ആണ്. അപ്പൊ എന്താണ്? അവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഗ്യാസ് തീരാണ്. അപ്പൊ എന്ത് വേണം? പുതിയ ഗ്യാസ് കൊണ്ടുവരണം അല്ലെ, ആണോ? അവിടെ ഉള്ളത് മാറ്റണം, പുതിയ ഗ്യാസ് കൊണ്ടുവരണം. അല്ലെങ്കിൽ എന്താണ്? ഗ്യാസിന് എന്തെങ്കിലും ലീക്കേജ് സംഭവിക്കാണ് ഗ്യാസ് സിലിണ്ടറിന്. അപ്പൊ എന്ത് വരും? സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ട് വല്ല ഉപകാരമുണ്ടോ? പുതിയ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോ വീണ്ടും ആ ഗ്യാസ് സിലിണ്ടർ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം അല്ലേ, കണ്ടാമിനേഷൻ നടക്കും അല്ലെ, മലിനീകരണം നടക്കും. അപ്പൊ ഈ സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം കൊണ്ട് നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള സ്റ്റെറിലൈസ് ചെയ്ത ഏരിയയിലെ മലിനീകരണം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ക്ലിയർ ആയോ?
നെക്സ്റ്റ് കോൺസ്റ്റന്റ് ആൻഡ് ക്ലീൻ സപ്ലൈ അറ്റ് റിക്വയർഡ് ലൊക്കേഷൻ. നമുക്ക് ആവശ്യമായ സ്ഥലത്തേക്ക് എന്താണ് കറക്റ്റ് രീതിയിലുള്ള കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരേ ഫ്ലോയിലുള്ള അല്ലെ ഒരേ പ്രഷറിലുള്ള ക്ലീൻ ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഗ്യാസുകള് വിതരണം നടത്തുന്നു അല്ലെ. ഒരേ പ്രഷറിലായിരിക്കില്ല വരുന്നത്, ഒരേ പ്രഷറില് എന്താണ് ക്ലീൻ ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഗ്യാസുകൾ പേഷ്യൻസിന് ലഭിക്കുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ ഏത് ഏരിയയിലേക്കാണോ ആവശ്യം അവിടേക്ക് ശുദ്ധമായിട്ടുള്ള ഗ്യാസുകള് വിതരണം ചെയ്യുന്നു. നെക്സ്റ്റ് ഫോർ ഹോസ്പിറ്റൽ സ്റ്റാഫ് ആണ് കേട്ടോ, സ്റ്റേറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, സ്റ്റാഫ് ആണ് കേട്ടോ അത്. ഒന്ന് കറക്റ്റ് ചെയ്താലോ. സ്വിഫ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഗ്യാസ് ഓൺ ടാപ്സ്. എന്താണ് ടാപ്പുകളിൽ, ഗ്യാസ് ടാപ്പുകളിൽ നിന്ന്, അതായത് ഗ്യാസുകളിൽ ലഭിക്കുന്ന ഔട്ട്ലെറ്റുകളിൽ നിന്ന് നമുക്ക് എന്താണ് സ്വിഫ്റ്റ് അവൈലബിലിറ്റി അല്ലെ, വേഗത്തിലുള്ള അവൈലബിലിറ്റി ലഭ്യത ഉണ്ടാകുന്നു അല്ലെ. നമ്മ അത് ഫിറ്റ് ചെയ്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നു, ഗ്യാസ് ലഭിക്കുന്നു അല്ലെ. സ്റ്റാഫുകൾക്ക് പേഷ്യൻസിന് കൊടുക്കാനുള്ള ഗ്യാസ് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നു. ക്ലീൻ, സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസ്. എന്താണ് ശുദ്ധമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള, ഡിപ്പെൻഡബിൾ എന്ന് പറഞ്ഞാല് കൺട്രോളബിൾ ആയിട്ടുള്ള ഗ്യാസുകളുടെ ഡെലിവറി, ഗ്യാസുകൾ നമുക്ക് സ്റ്റാഫുകൾക്ക് ലഭ്യമാകുന്നു. റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ് ആണ് കേട്ടോ, ഗേറ്റ്സ് അല്ല ഗ്യാസസ് ആണ്. അതൊന്ന് ക്ലിയർ ചെയ്യാട്ടാ മിസ് പറയുന്നതിനോടനുസരിച്ച്. റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ് whenever and wherever needed. നമുക്ക് എവിടെ എപ്പോഴാണോ ആവശ്യം അവിടേക്ക് എന്താണ് കൃത്യമായിട്ടുള്ള ഗ്യാസുകൾ ലഭിക്കുന്നു അല്ലെ. നമുക്ക് ഇപ്പൊ ICUയിലേക്കാണ് ആവശ്യം, എപ്പോഴാണ് ഇപ്പൊ ചിലപ്പോൾ രാവിലെ ആയിരിക്കാം അല്ലെങ്കിൽ വൈകുന്നേരം ആയിരിക്കാം ആവശ്യം. അപ്പൊ നമുക്ക് എന്താണ് ആ ആവശ്യമുള്ള സമയത്ത് അല്ലെ, എവിടേക്കാണോ ആവശ്യം ആ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള സമയത്ത് നമുക്ക് കിട്ടുന്നില്ലേ, കറക്റ്റ് പ്രഷറില് ഗ്യാസുകൾ ലഭിക്കുന്നു അല്ലെ. സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം വഴി ആ ഔട്ട്ലെറ്റിലേക്ക് ആ പിൻ കണക്ട് ചെയ്താൽ മാത്രം പോരെ, അവർക്ക് ഹോസ് കണക്ട് ചെയ്ത് മാസ്ക് വെച്ചാൽ മാത്രം മതി അല്ലെ പേഷ്യൻസിന്. അവർക്കത് ഈസിലി ആയിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് ലഭ്യമാകും. ക്ലിയർ ആയോ? അതൊക്കെ മിസ് പറയാം, ക്ലിയർ ആണല്ലോ. ഓക്കെ. മിനിമം ആക്സിഡന്റ് റിസ്ക് ഡ്യൂ ടു ദ മിസ്ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. എന്താണ് സിലിണ്ടേഴ്സ് തെറ്റായി കൈകാര്യം ചെയ്യുന്നത് മൂലമുള്ള ആക്സിഡന്റുകൾ നമുക്ക് മിനിമൈസ് ചെയ്യാൻ, കുറയ്ക്കാൻ സാധിക്കുന്നു. ഇപ്പൊ എന്താണ് നൈട്രജൻ സിലിണ്ടർ ഉപയോഗിക്കേണ്ടടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ സിലിണ്ടർ ഉപയോഗിക്കുക, അതല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കുക. അങ്ങനെ എന്താണ് സിലിണ്ടേഴ്സ് തെറ്റായി കൈകാര്യം ചെയ്യുന്നതിനുള്ള അപകടം കുറയ്ക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് എടുത്തോട്ടെ, ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ? നെക്സ്റ്റ് ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് എന്തൊക്കെ ബെനിഫിറ്റ്സുകളാണ്, അഡ്വാൻറ്റേജ് ഗുണങ്ങളാണുള്ളത്? ഈസി പർച്ചേസ് ഓഫ് ഗ്യാസസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്, ഫേവറബിൾ ഐറ്റംസ്. എന്താണ് അവർക്ക് അനുകൂലമായ വ്യവസ്ഥ, ഐറ്റംസ് അല്ല ടേംസ്. അവർക്ക് അനുകൂലമായ വ്യവസ്ഥയില് അവർക്ക് എന്താണ് വലിയ അളവില് ഗ്യാസുകളുടെ ലഭ്യത അല്ലെ. അവർക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ, വാങ്ങിക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് എക്കണോമി ഓൺ പർച്ചേസ് ഓഫ് സിലിണ്ടേഴ്സ്. എന്താണ് സമ്പദ് വ്യവസ്ഥയിലുള്ള ലാഭം. അവർക്ക് എന്താണ് എത്ര ക്വാണ്ടിറ്റി ആണ് ആവശ്യം അത്രയും മാത്രം പർച്ചേസ് ചെയ്താൽ മതി അല്ലെ. ഒരുപാട് ക്വാണ്ടിറ്റി സിലിണ്ടേഴ്സ് കൊണ്ടുവന്ന് അവർക്ക് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് അവർക്ക് എന്താ ലാഭമാണ് അല്ലെ ലഭിക്കുന്നത്. അവരെ എക്കണോമിയില്, അവരെ സമ്പദ് വ്യവസ്ഥയിൽ അവർക്ക് ലാഭം ലഭിക്കുന്നു. നെക്സ്റ്റ് ലെസർ ബ്രേക്കേജ്. എന്താണ് ലെസർ ബ്രേക്കേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സിലിണ്ടേഴ്സ് കൊണ്ടുവരുമ്പോ അതിലെന്തെങ്കിലും ലീക്കേജ് സംഭവിക്കാം അല്ലെ.
അതല്ലെങ്കിൽ എന്താണ് അതിന് എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റുകൾ സംഭവിക്കാം. അതല്ലെങ്കിൽ കൊണ്ടുവന്നിരുമ്പോ എന്താണ് ചിലപ്പോൾ അതിനെന്തെങ്കിലും ലീക്കേജ് അല്ലെ, ഹോള് വീഴാനോ അതിന്റെ റെഗുലേറ്റർ അതിന്റെ മൊത്തിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അല്ലെ. ഉണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ബ്രേക്കേജുകള് കുറയ്ക്കാൻ സാധിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി അല്ലെ, ഇടുമ്പോഴൊക്കെയാണ് അങ്ങനെ ബ്രേക്കേജ് ചളുങ്ങൽ അല്ലെ. എന്താണ് ആ ഗ്യാസ് സിലിണ്ടർ എടുത്ത് ഒരിടത്ത് ഇടുമ്പോ എന്താണ് അതിന് ചക്ക് സംഭവിക്കാം അല്ലെ, ചിലപ്പോ അതിൽ എന്തെങ്കിലും സുഷിരങ്ങൾ വരാം അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഇവർക്ക് എന്താണ് ഈ ബ്രേക്കേജ് ഇവർക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. Next, rationalization in ordering, storing and transportation a wide variety and size of gas. എന്താണ് പല ഗ്യാസ് സിലിണ്ടറിലെ വൈവിധ്യത്തിലും വലിപ്പത്തിലുമുള്ള വ്യത്യാസം എന്തിനൊക്കെ സഹായിക്കുന്നു? അവർക്ക് സംഭരിക്കുന്നതിനും സ്റ്റോർ ചെയ്യുന്നതിനും അവർക്ക് ട്രാൻസ്പോർട്ടേഷനെ അവർക്ക് എളുപ്പമാക്കി തീർക്കുന്നു. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ ചെറിയ സിലിണ്ടേഴ്സ്, വലിയ സിലിണ്ടേഴ്സ് അല്ലെ. ഇപ്പൊ ഈ പൊതുവെ ഈ യാത്ര പോകുന്ന ആളുകളില് ചെറിയ സിലിണ്ടേഴ്സ് കണ്ടിട്ടുണ്ടോ? ചെറിയ ഒരു 2 ലിറ്റർ ഒക്കെ കൊള്ളാൻ പാകത്തിന് അവർക്ക് ഈ ഫുഡ് കുക്ക് ചെയ്ത് ഉപയോഗിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ എന്താ നമ്മുടെ വീടുകളിൽ ഉള്ള സിലിണ്ടറിന്റെ അത്രമാണോ ഈ ഫാക്ടറികളിലൊക്കെ കണ്ടുവരുന്നത്? വ്യവസായ അല്ല അല്ലെ, അതിലും വലുതാണ് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ കണ്ടിട്ടില്ലേ വലിയ സിലിണ്ടേഴ്സ്, അവര് വലിപ്പത്തിൽ അല്ലെ എന്താണ് അവർ വണ്ണം കുറവായിരിക്കും പക്ഷെ നീളത്തിൽ അല്ലെ. അപ്പൊ എന്താണ് ആ ഗ്യാസ് സിലിണ്ടേഴ്സിന്റെ വലിപ്പത്തിലും വൈവിധ്യത്തിലുമുള്ള വ്യത്യാസം ഗ്യാസ് സിലിണ്ടേഴ്സിന്റെ സംഭരണവും ട്രാൻസ്പോർട്ടേഷനും എളുപ്പമാക്കുന്നു. ക്ലിയർ ആയോ? അത് ലെസ് ഡാമേജ് ടു ബ്രേക്കിംഗ്, less damage to building owing to handling of cylinders. Owing അല്ലാട്ട due to ആണ് ട്ടാ. ഈ owing വെച്ചിട്ട് due to DUE. Less damage to building due to handling cylinders. നമ്മൾ സിലിണ്ടേഴ്സ് ഹാൻഡ്ലിംഗ് ചെയ്യുമ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബിൽഡിംഗ് ഡാമേജ് അല്ലെ, അതിന്റെ പുറമേയുള്ള ഡാമേജുകൾ സംഭവിക്കാം അല്ലെ. അതിന്റെ മുത്തിക്ക് എന്തെങ്കിലും മുകളിലിരിക്കുന്ന അതിനെന്തെങ്കിലും ഡാമേജ് സംഭവിക്കാം. അതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയോ? ഇതിന്റെ ഈ മുകളിലത്തെ മൂടികൾ പോലെയുള്ളതിനൊക്കെ ഡാമേജ് നമ്മൾ എടുത്തെറിയുമ്പോ അല്ലെ, നീക്കി വെക്കുമ്പോ അവിടെയൊക്കെ എന്താണ് ചിലപ്പോ ഡാമേജ് സംഭവിക്കാം അല്ലെ. അല്ലെങ്കിൽ ഈ സിലിണ്ടറിന്റെ ഇതിൽ ചളുക്ക് സംഭവിക്കാലോ. അപ്പൊ അങ്ങനെയുള്ള ഡാമേജുകളൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്നു. Next, color coded of medical gases based on ISO standard. എന്താണ് ISO ഓരോ മെഡിക്കൽ ഗ്യാസിന് എന്താണ് കളർ കോഡ് നൽകിയിരിക്കുന്നു. ഇന്ന കളറിലാണ് ഇന്ന ഗ്യാസ് സൂക്ഷിക്കേണ്ടത്, അങ്ങനെ കളർ കോഡുകൾ നൽകിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഗ്യാസസ് ആൻഡ് കളർ കോഡ്. ഈ ഓക്സിജൻ ആണെങ്കിൽ വൈറ്റ് കളർ, നൈട്രസ് ഓക്സൈഡ് ആണെങ്കിൽ ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്, മെഡിക്കൽ എയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, suction in yellow color, nitrogen black, carbon dioxide grey color. നോട്ട് കാണുന്നില്ലേ? നോട്ട് കാണുന്നില്ലേ? ആർക്കും കാണുന്നില്ല? ഇപ്പോഴോ? അത് പറയാൻ എന്തിയപ്പാ? ഇപ്പൊ കാണുന്നുണ്ടോ? സിലിണ്ടറിന്റെ പിക്ക് മാത്രം. അപ്പൊ മിസ് നേരത്തെ കാണിച്ചതൊക്കെ കണ്ടിരുന്നോ? ഗേജ് ഒക്കെ കണ്ടിരുന്നോ? ഓക്കെ, ഒരു മിനിറ്റ് മിസ് നോക്കട്ടെ. ഓക്കെ, മിസ് എടുക്കട്ടെ കേട്ടാ. ഇപ്പൊ കാണുന്നുണ്ടോ?
ഓക്കെ ആയോ? ഓക്കെ. ഇപ്പൊ എന്താ പറയാനിപ്പ? ഓക്കെ. അപ്പൊ ഈ കളർ കോഡുകൾ തന്നെയായിരിക്കും നമ്മ ഈ സ്വിച്ച് പോലെ മിസ് നേരത്തെ കാണിച്ചെന്നില്ലേ ഔട്ട്ലെറ്റ്, അതിലൊക്കെ വലിക്കുമ്പോഴും ഭൂരിഭാഗം ഈ കളർ കോഡുകളുള്ള ഹോസുകളായിരിക്കും ഉപയോഗിക്കുന്നത് കൊടുക്കാനായിട്ട്, പെട്ടെന്ന് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്സിജൻ ആണെങ്കിൽ വൈറ്റ് കളർ ഹോസ് ആയിരിക്കും, നൈട്രസ് ഓക്സൈഡ് ആണെങ്കിൽ ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആയിരിക്കും, സെപ്ഷൻ ആണെങ്കിൽ യെല്ലോ കളർ ആയിരിക്കും. ഇനി അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാട്ടാ, ഹോസ്പിറ്റലിൽ പോകുമ്പോ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാട്ടാ. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. സേഫ് പ്രാക്ടീസ് വെൻ വർക്കിംഗ് വിത്ത് കംപ്രസ്ഡ് എയർ, കംപ്രസ്ഡ് ഗ്യാസസ്. എന്താണ് കംപ്രസ്ഡ് ഗ്യാസുകള് കൈകാര്യം ചെയ്ത സിലിണ്ടർ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെയാണ് സുരക്ഷിതമായ രീതികൾ, സേഫ് പ്രാക്ടീസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്സ്. നമ്മൾ എന്താ ആ ഗ്യാസിലെ ഏതൊക്കെ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുക, മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ മരുന്നുകൾ വാങ്ങിക്കാറില്ലേ, സിറപ്പുകള്, അതല്ലെങ്കിൽ നമ്മ മെഡിസിനുകൾ വാങ്ങുമ്പോ ആ കവറും എഴുതിയിട്ടുണ്ടാവൂല ഇന്ന കണ്ടന്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അല്ലെ, എന്തൊക്കെ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന്. ഇതോ അതേപോലെ ഓരോ ഗ്യാസുകളിലും പല കണ്ടന്റ് അടങ്ങിയിട്ടാണ് വരുന്നത്. അപ്പൊ ആ കണ്ടന്റിനെ കുറിച്ച് നമ്മ മനസ്സിലാക്കണം, ഐഡന്റിഫൈ ചെയ്യണം. ചിലപ്പോ അതിലുള്ള കെമിക്കൽ കൊണ്ട് തീപിടുത്തം ഉണ്ടാകാം, അതല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവാം. അപ്പൊ നമ്മ അതിൽ ഏത് കണ്ടന്റ് ആണ് അടങ്ങിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് നോക്കി, കണ്ടന്റ്സ് ഓഫ് ദി ഗ്യാസ് സിലിണ്ടർ ഷുഡ് ബി ഡിസ്റ്റിങ്ക്റ്റ്ലി റെക്കഗ്നൈസ്ഡ്. എന്താണ് ഓരോ ഗ്യാസ് സിലിണ്ടേഴ്സിലും ഏതൊക്കെ കണ്ടന്റുകളാണ് അടങ്ങിയിരിക്കുന്നതെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരിക്കണം, റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ്, കളർ കോഡിംഗ് ഈസ് നോട്ട് എ ഡിപ്പെൻഡബിൾ മീൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. സിലിണ്ടേഴ്സ് കളേഴ്സ് ഡിഫർ ഫ്രം സപ്ലയർ ടു സപ്ലയർ. ഈ കളർ കോഡിംഗ് വെച്ചിട്ട് നമുക്ക് അതിൽ ഏത് ഗ്യാസ് ആണോ അടങ്ങിയിരിക്കുന്നതെന്ന് വ്യക്തമാക്കാൻ പറ്റില്ല. എന്താണ് അതിൽ ചിലപ്പോ സപ്ലയേഴ്സിന്റെ കളേഴ്സും കൂടി ഡിഫറെന്റ് ആയിരിക്കും. എന്ന് വെച്ചാല് നമ്മ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ കളർ എന്താണ്, ഗ്യാസ് സിലിണ്ടറിന്റെ കളർ റെഡ് ആണ് അല്ലേ, ആണോ? ആണ്. ഈ ഹോട്ടലുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസുകളുടെ കളർ റെഡ് ആണോ? വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസുകൾ ബ്ലൂ ഒക്കെ ഷെയ്ഡ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇവര് ഈ സിലിണ്ടേഴ്സ് വിതരണം ചെയ്യുന്ന സപ്ലയേഴ്സ് എന്താണ്, അവരെ സിലിണ്ടേഴ്സിലെ അവരെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ കളറുകൾ വ്യത്യാസപ്പെടുത്താറുണ്ട്. അപ്പൊ അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം അതിലേത് കണ്ടന്റ് ആണ് അടങ്ങിയിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ. ക്ലിയർ ആയോ? നമ്മൾ ജസ്റ്റ് കളർ കോഡ് വെച്ചെങ്ങാനിട്ട് മാത്രം സിലിണ്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യരുത്, സപ്ലയേഴ്സിനെയും കൂടി അവർ ഏത് ഗ്യാസ് സിലിണ്ടറിലാണോ വിതരണം ചെയ്യുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആയോ അത്? ഓക്കെ. നെക്സ്റ്റ്, do not disfigure or remove any marking, tags or stencil marks used for identification of content attached by the gas vendor. ഓരോ ഗ്യാസ് വെണ്ടറും അവർ ഗ്യാസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഇന്ന ഗ്യാസ് ആണ്, അല്ലെങ്കിൽ ടാഗ് ചെയ്തിട്ടുണ്ടാവും, അവർ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ സ്റ്റെൻസിൽ മാർക്കുകൾ വെച്ചിട്ടുണ്ടായിരിക്കും. ഈ തീ പിടിക്കുന്നത് പോലത്തെ സ്റ്റെൻസിൽ മാർക്ക് അറിയാലോ, സ്റ്റെൻസിൽ വെച്ച് വരക്കുന്നത് നമ്മ കൈകൊണ്ട് വരയ്ക്കല്ല, ഒരു അല്ലെ അച്ച് പോലെയുള്ളത് വെച്ച് ഞാൻ കണ്ടിട്ടില്ലേ, പടം പോലെ, പിക്ചർ പോലെ അല്ലെ. അപ്പൊ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റെൻസിൽ മാർക്കുകൾ ഉണ്ടായിരിക്കും. പല രീതിയിലുള്ള സ്റ്റെൻസിൽ മാർക്കുകൾ ഉണ്ട് കേട്ടോ. ചിലപ്പോ തീ പിടിക്കുന്നതുണ്ട്, അല്ലെങ്കിൽ ശ്വസനത്തിന് ബുദ്ധിമുട്ടത്, അങ്ങനെ പല രീതിയിലുള്ള ഇതുകളും കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റെൻസിൽ മാർക്കുകളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാനോ അതിൽ നിന്ന് നീക്കാനോ അല്ലെങ്കിൽ ഡിസ്ഫിഗർ ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പൊ നമ്മ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്ന കേട്ടോ, ഡിസ്ഫിഗർ ചെയ്യാന്. നമ്മ ഈ
സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ബുക്ക് കിട്ടൂലേ, നമ്മുടെ നോട്ട് ബുക്ക്. അതല്ലെങ്കിൽ അപ്പൊ ഈ പടങ്ങള് നമ്മ എന്ത് ചെയ്യും, ആരെങ്കിലും പിക്ചർ കണ്ടു കഴിഞ്ഞാൽ എന്താണ് മീശ വരച്ചു കൊടുക്കും അല്ലെ, അല്ലെങ്കിൽ കണ്ണട വെച്ചു കൊടുക്കും ഇല്ലേ, വരച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? അതെന്ത് ചെയ്യാണ്, നമ്മ പടത്തിനെ ഡിസ്ഫിഗർ ചെയ്യാണ് അല്ലെ, വേറെ ആക്കി മാറ്റുകയാണ്. അപ്പൊ ഈ ടാഗുകള് അല്ലെങ്കിൽ ഈ മാർക്കിങ്ങുകള് അല്ലെങ്കിൽ ഈ സ്റ്റെൻസിൽ മാർക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ഫിഗർ ചെയ്യാനോ അതല്ലെങ്കിൽ അതിൽ നിന്ന് റിമൂവ് ചെയ്യാനോ ഒഴിവാക്കാനോ പാടില്ല. ക്ലിയർ ആയോ? ബാക്കി എല്ലാവർക്കോ? വിൻഷ മാത്രം പറയുന്നുണ്ട്, ബാക്കി എല്ലാവർക്കോ? നിങ്ങൾ ഒക്കെ പറഞ്ഞാൽ മാത്രം മിസ്സിന് മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ട്ടാ. ഇതൊന്നാമത് നിങ്ങൾക്ക് പ്രാക്ടിക്കലിലൂടെ അല്ലെങ്കിൽ കാണിച്ചു തന്ന് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ മിസ് ഇവിടെ നിന്ന് ജസ്റ്റ് തിയറിയാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾ പരമാവധി മിസ്സിന് റിപ്ലൈ തരാൻ നോക്കുക. Cylinders which do not have clearly written, stamped or stenciled identification of the content should be not be used, and the gas vendor should be contacted for remove. നമ്മ വാങ്ങിക്കുന്ന വെണ്ടറിന്റെ അടുത്ത് ഈ സപ്ലൈ ചെയ്യുന്ന ആളുടെ അടുത്ത് മേടിക്കുന്ന സിലിണ്ടറില് അതിലൊന്നും എഴുതിയിട്ടില്ല ഏത് കണ്ടന്റ് ആണ് അടങ്ങിയിരിക്കുന്നത്, അങ്ങനെയുള്ളതൊന്നും എഴുതാതിരിക്കുക, സ്റ്റാമ്പ് ചെയ്യാതിരിക്കുക, ഒന്നും പതിപ്പിക്കാതിരിക്കുക, സ്റ്റെൻസിൽ മാർക്കുകൾ ഇല്ലാതിരിക്കും. എന്ത് ചെയ്യുക, നമ്മ ആ ഗ്യാസ് സിലിണ്ടേഴ്സ് ഉപയോഗിക്കാൻ യൂസ് ചെയ്യാൻ പാടില്ല. നമുക്കറിയില്ല അല്ലെ ഏത് കണ്ടന്റ് ആണ് അടങ്ങിയിരിക്കുന്നത് അല്ലെ, എന്തെങ്കിലും ബ്രേക്കേജ് സംഭവിക്കാൻ സാധ്യതയുണ്ടോ, എന്തെങ്കിലും എക്സ്പ്ലോറേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ടോ, ഒന്നും നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഗ്യാസ് സിലിണ്ടേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ആ വെണ്ടറെ വിളിച്ചിട്ട് അത് അവരെ റിമൂവ് ചെയ്യാനായിട്ട് അവരോട് പറയുക. Next, read the MSDS and labels for all the material of you work with. നമുക്ക് യൂസർ മാനുവൽ ഇട്ടോ, യൂസർ എന്തെങ്കിലും സാധനം വാങ്ങിക്കും, ആ യൂസർ മാനുവൽ കിട്ടാറുണ്ടല്ലോ, ഉണ്ട്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത് യൂസർ മാനുവൽ, അത് നമ്മ എങ്ങനെ ഉപയോഗിക്കണം അല്ലെ, നമ്മ പർച്ചേസ് ചെയ്ത ആ സാധനം എങ്ങനെ ഉപയോഗിക്കണം, അതിന്റെ യൂസേജ് അല്ലെ. അതേപോലെ ഓരോ ഗ്യാസുകള് എങ്ങനെയാണ് അതിന്റെ അപകട സാധ്യതകളെ കുറിച്ചും അത് എങ്ങനെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുമെന്നതിനെ കുറിച്ചും വിവരങ്ങൾ നൽകുന്ന ഒരു രേഖയെയാണ് MSDS എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മെറ്റീരിയൽ എടുത്ത MSDS എന്ന് പറഞ്ഞാല് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്താണ് യൂസർ മാനുവലിൽ പറയുന്ന പോലെ എന്താണ് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റയില് ആ മെറ്റീരിയൽ നമ്മെ എങ്ങനെ ഉപയോഗിക്കണം, അതിന്റെ അപകട സാധ്യതകളെ കുറിച്ചും അത് നമുക്ക് എങ്ങനെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു രേഖയാണ്, ഡോക്യുമെന്റ് ആണ് MSDS. ഇതെങ്ങനെയുള്ള എന്താണ് MSDS വായിക്കുക. ആൻഡ് ലേബൽ ഫോർ ഓൾ ദ മെറ്റീരിയൽ യു വർക്ക് വിത്ത് അല്ലെ, എല്ലാ മെറ്റീരിയലിന്റെ ഒപ്പം അത് നമ്മൾ സൂക്ഷിക്കുന്ന, നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആ മെറ്റീരിയലിന്റെ ഒപ്പം അത് ലേബൽ ചെയ്ത് സൂക്ഷിക്കുക. എന്തിനാണ്? നമുക്ക് അറിയുന്നതിന് വേണ്ടി ഈ മെറ്റീരിയൽ എങ്ങനെയാണ് യൂസ് ചെയ്യുക, ആ മെറ്റീരിയലിന്റെ അവിടെ സൂക്ഷിക്കുക. എന്താണ്? പെട്ടെന്ന് നമുക്ക് വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് അല്ലെ, കാണാൻ പറ്റുന്ന രീതിയിൽ ഈ മെറ്റീരിയൽ എങ്ങനെ ഉപയോഗിക്കണം, ഇതിന് എന്തൊക്കെ രീതിയിലുള്ള അപകട സാധ്യതകൾ ഉണ്ട് എന്നതിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി. ക്ലിയർ ആയോ? ഇതിൽ ഏതൊക്കെ കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ട്? ക്ലിയർ ആയോ? ഇത് ഈ പോയിന്റ് എല്ലാം ക്ലിയർ ആയോ? 5 പോയിന്റും ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ്, ഓപ്പറേഷൻ സേഫ്റ്റി ചെക്സ്. എന്താണ്? പ്രവർത്തന സുരക്ഷാ പരിശോധന. എങ്ങനെയായിരിക്കണം അതിന്റെ ഓപ്പറേഷൻ നമ്മൾ സുരക്ഷിതമായി പരിശോധിക്കേണ്ടത്? സിലിണ്ടർ മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ്. നമ്മ സിലിണ്ടേഴ്സ് MSDS ആണ്. MSDS ആണ് കേട്ടോ.
മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. നെക്സ്റ്റ് ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ്, പ്രവർത്തന സുരക്ഷാ പരിശോധന. എന്തൊക്കെയായിരിക്കണം? സിലിണ്ടേഴ്സ് മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ്. നമ്മൾ സിലിണ്ടേഴ്സ് സുരക്ഷിതമായി സൂക്ഷിക്കുക അല്ലെ. നമ്മ വീടുകളില് അഡീഷണൽ വരുന്ന ഗ്യാസ് സിലിണ്ടർ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? പുറത്തൊക്കെ കൊണ്ടുപോയി വെക്കോ നമ്മ? ഇല്ലല്ലോ, സുരക്ഷിതമായി നമ്മ ഒരു സൈഡിൽ നീക്കി വെക്കും അല്ലെ. അപ്പൊ അതേപോലെ എന്താണ് സിലിണ്ടേഴ്സ് എന്താണ് മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ്, സെക്യൂർ ആയിട്ട് സുരക്ഷിതമായി സൂക്ഷിക്കുക. അതല്ലെങ്കിൽ അതിൽ നിന്ന് ലീക്കേജ് വരാം അല്ലെ, അപകടങ്ങൾ ഉണ്ടാകാം. നെവർ ഓപ്പൺ ദ സിലിണ്ടർ വാൽവ് ഇഫ് നോട്ട് ദ സിലിണ്ടർ ഈസ് ലിങ്ക്ഡ് ടു എയർ റെഗുലേറ്റർ ഓർ എക്യുപ്മെന്റ്. നമ്മ സിലിണ്ടർ റെഗുലേറ്ററുമായോ അതിന്റെ എക്യുപ്മെന്റുമായി കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് നമ്മ സിലിണ്ടറിന്റെ വാൽവ് എന്ത് ചെയ്യാൻ പാടില്ല? ഓപ്പൺ ചെയ്യാൻ പാടില്ല അല്ലെ. അതല്ലേ? ആണോ? ആ, സിലിണ്ടർ റെഗുലേറ്ററുമായോ അതല്ലെങ്കിൽ എന്താണ് എക്യുപ്മെന്റുകളുമായോ ആ എക്യുപ്മെന്റുമായോ ഘടിപ്പിക്കാത്ത സാഹചര്യത്തില് നമ്മ സിലിണ്ടറിന്റെ വാൽവ് ഒരിക്കലും ഓപ്പൺ ചെയ്യാൻ തുറക്കാൻ പാടില്ല. ലീക്സ് ഷുഡ് നെവർ ബി ടെസ്റ്റഡ് വിത്ത് എ നാക്ഡ് ഫ്ലെയിം. ലീക്ക് നമുക്ക് എന്തെങ്കിലും സംശയം തോന്നാണ്, ലീക്ക് ഉണ്ട്, എന്തെങ്കിലും ചോർച്ച സംഭവിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടില് ഗ്യാസ് ഫിറ്റ് ചെയ്യുമ്പോൾ സ്മെല്ല് വരാറില്ലേ? നമുക്ക് ചില സമയത്ത് ഒരു സ്മെല്ല് വരും. അപ്പൊ നമുക്ക് തോന്നാറുണ്ട് അല്ലെ ലീക്ക് ഉണ്ട്. അപ്പൊ നമ്മ എങ്ങനെയാണ് പരിശോധിക്കുന്നത്? കടലാസ് കത്തിച്ച് അവിടെ കൊണ്ടുപോയി വെച്ച് നോക്കോ നമ്മ? ഇല്ല. എങ്ങനെയാണ് അത് പരിശോധിക്കുന്നത്? സോപ്പ് വാട്ടർ ഒക്കെ വെച്ചെങ്ങാണ്ട് ചെയ്തിട്ടുണ്ട്. അത് സോപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ആ സിലിണ്ടറിന്റെ റെഗുലേറ്ററിന്റെ ചുണ്ടാ എന്താണ് എന്ന് വെച്ചാല് നമ്മ എന്താ സോപ്പ് വെള്ളം കലക്കിയിട്ട് ആ സിലിണ്ടറിന്റെ ആ റെഗുലേറ്റർ അവിടെ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് വല്ല ഇത് വെച്ചെങ്ങാണ്ട് നമ്മുടെ കഴുകുന്ന ഇതില്ലേ സ്പോഞ്ച് അതേപോലുള്ളതോ അല്ലെങ്കിൽ വല്ല തുണി വെച്ചെങ്ങാണ്ട് ആ റെഗുലേറ്ററിന്റെ ചുറ്റും ഈ സോപ്പിന്റെ ഇത് വെച്ചു കൊടുക്കുക. അപ്പൊ ബബിള് വരും. ലീക്കേജ് ഉണ്ടെങ്കിൽ ഈ ഇവിടെ നിന്ന് ബബിൾസ് വരും. ക്ലിയർ ആയോ? ഇനി ചെയ്ത് നോക്കാം. ആരും ചെയ്തിട്ടില്ല ഇങ്ങനെ? നിങ്ങൾക്കറിയില്ല ഈ മെത്തേഡ്? നമ്മുടെ റെഗുലേറ്റർ ഫിറ്റ് ചെയ്ത് നമ്മ ഗ്യാസ് മാറ്റി വെക്കാറില്ലേ വീടുകളില്? ഗ്യാസ് മാറ്റി വെക്കുമ്പോ ചിലപ്പോ സ്മെല്ല് വരുമ്പോ നമുക്ക് തോന്നാം അല്ലെങ്കിൽ റെഗുലേറ്ററിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ് തോന്നാം. അപ്പൊ നമ്മ എന്താ ലീക്കേജ് വന്നിട്ടുണ്ടോ നോക്കണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ആ ശരണ്യ നോക്കിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ സ്പോഞ്ച് വെള്ളം സോപ്പ് വെള്ളം കലക്കിയിട്ട് ഈ സ്പോഞ്ച് അതിൽ മുക്കിയിട്ട് ഈ റെഗുലേറ്ററിന് ചുറ്റും ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുക ഈ സോപ്പ് വെള്ളം. അപ്പൊ ഇങ്ങനെ ബബിൾസ് വരും. അവിടെ ലീക്കേജ് ഉണ്ടെങ്കിൽ അവിടുന്ന് ബബിൾസ് വരും. ഓക്കെ. അപ്പൊ ഇതില് പറയുന്നത് അല്ലാണ്ട് നമ്മ തീ കത്തിച്ച് വെക്കും അവിടെ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് നമുക്ക് ലീക്കേജ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇല്ല. അതേപോലെ ലീക്സ് ഷുഡ് നെവർ ബി ടെസ്റ്റഡ് വിത്ത് എ നാക്ഡ് ഫ്ലെയിം. നമ്മ ഒരിക്കലും ലീക്കേജ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്താണ് നാക്ഡ് ഫ്ലെയിം നമുക്ക് കാണാൻ പറ്റുന്ന തീ ഉപയോഗിച്ച് നോക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള എന്തെങ്കിലും ടെക്നിക്സിലൂടെ വേണം അത് പരിശോധിക്കുന്നതിന് വേണ്ടി. നെക്സ്റ്റ് ഓപ്പൺ ആൻഡ് ക്ലോസ് വാൽവ് യൂസിങ് ഓൺലി റീസണബിൾ ഫോഴ്സ്. നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന റെഗുലേറ്റർ ഭയങ്കര ബലത്തിലാണോ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും? കൂട്ടുന്നതും തുറക്കുന്നതും ഗ്യാസിന്റെ റെഗുലേറ്റർ അല്ല അല്ലെ. എന്നൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ഫോഴ്സ് ഉപയോഗിച്ചല്ലേ, ബലം ഉപയോഗിച്ചല്ലേ. അതേപോലെ എന്താണ് വാൽവ്സുകള് നമ്മ ഓപ്പൺ ചെയ്യുമ്പോഴും അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും ആവശ്യമായ റീസണബിൾ ആയിട്ടുള്ള ഫോഴ്സ് ഉപയോഗിക്കാം. ഓപ്പൺ ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓൺ സിലിണ്ടർ വാൽവ് കീ ആന്റി ക്ലോക്ക് വൈസ്. ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓൺ സിലിണ്ടർ വാൽവ് കീ ക്ലോക്ക് വൈസ് നമ്മ വാൽവുകള് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹാൻഡ് വീൽ ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലോക്ക് ആന്റി ക്ലോക്ക് വേസില് അത് പൂട്ടുമ്പോൾ എന്താണ് നമ്മ ക്ലോക്ക് വേസിലായിരിക്കും തിരിക്കുന്നത്. നമ്മൾ ഗ്യാസ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിലല്ലേ ഗ്യാസ് സ്റ്റവ് അല്ലെ
ആന്റി ക്ലോക്ക് വൈസിൽ ഓപ്പൺ ചെയ്യും, ക്ലോക്ക് വൈസിൽ എന്ത് ചെയ്യും, പൂട്ടും അല്ലേ? ആണോ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? റെഗുലേറ്റർ തിരിക്കുന്നത് അങ്ങനെയല്ലേ, വാൽവുകൾ അങ്ങനെയല്ലേ തിരിക്കുന്നത്? എന്താണ്, നമ്മ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ആന്റി ക്ലോക്ക് വൈസിലും നമ്മ പൂട്ടുമ്പോൾ എന്താണ്, ക്ലോക്ക് വൈസിലും തിരിക്കുന്നു. നെക്സ്റ്റ്, ദ സ്റ്റോറേജ് ഏരിയ ഷുഡ് ബി സേഫ്. സ്റ്റോർ ചെയ്യുന്ന നമ്മ ഗ്യാസുകൾ സ്റ്റോർ ചെയ്യുന്ന ഏരിയ സേഫ് ആയിരിക്കണം, സുരക്ഷിതമായിരിക്കണം. അവിടെ എന്താണ്, വെൽ വെന്റിലേറ്റഡ് ആയിരിക്കണം, നല്ല രീതിയിലുള്ള വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് ക്ലീൻ ആൻഡ് എനി ടൈം, എല്ലാ സമയത്തും വൃത്തിയുള്ളതായിരിക്കണം. നമ്മ വീടുകളിൽ രാവിലെ എണീച്ച് കിച്ചണിൽ വന്നിട്ട് ആദ്യം തന്നെ ഗ്യാസ് കത്തിക്കുകയാണോ ചെയ്യുന്നത്? ഗ്യാസ് കത്തിക്കുക ആദ്യം തന്നെ. ജനൽ തുറന്നിടും അല്ലെ, വിൻഡോസ്, കിച്ചണിലെ വിൻഡോസ് ആദ്യം തുറന്നിടും, എന്നിട്ടല്ലേ ഗ്യാസ് കത്തിക്കാറുള്ളൂ? ആണോ? ആ, എന്തിനു വേണ്ടിയിട്ടാണ്? വായു കിടക്കാൻ വേണ്ടിയിട്ട് അല്ലെ, വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? ആണോ? എന്താ? എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഗ്യാസുകൾ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്? സിലിണ്ടേഴ്സ് നല്ല സേഫ് ആയിട്ടുള്ള ഏരിയയിൽ സ്റ്റോർ ചെയ്യുക, അവിടെ ആവശ്യമായ വെന്റിലേഷൻ ഉണ്ടായിരിക്കണം, ക്ലീനുമായിരിക്കണം. The ground surface should be fairly level and firm that allows for easy trolley access. എന്താണ്, നമ്മ ഈ ഗ്യാസ് സിലിണ്ടേഴ്സ് സൂക്ഷിക്കുന്ന ഏരിയ എന്താണ്, നിരപ്പായ സ്ഥലമായിരിക്കണം. ഇങ്ങനെ കുത്തനെ ഉള്ളതോ അതല്ലെങ്കിൽ ഇങ്ങനെ സ്ലോപ്പുകൾ പോലെയുള്ളതോ ഒന്നും ആവാൻ പാടില്ല, നിരപ്പായ പ്രതലമായിരിക്കണം. അവിടെ എന്തിട്ടിട്ടുണ്ടായിരിക്കണം? ട്രോളി നമുക്ക് ഈസിലി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും കോൺക്രീറ്റ് ഇട്ട നിലമായിരിക്കണം, സർഫസുകളായിരിക്കണം. ക്ലിയർ ആയോ? നമുക്ക് ഈ ട്രോളിയൊക്കെ പുറത്ത് കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറ്റോ? മണ്ണിലൊക്കെ പറ്റോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ സിലിണ്ടേഴ്സ് സൂക്ഷിക്കുന്ന ഏരിയ കോൺക്രീറ്റ് ഇട്ടിട്ട്, നിലം കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ്, ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ്. എന്താണ്, നമ്മ ഗ്യാസ് സിലിണ്ടർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും അതിന്റെ ഉപയോഗവും എങ്ങനെയായിരിക്കണം. ഗ്യാസ് സിലിണ്ടർ ഷുഡ് ഓൾവേസ് ബി യൂസ്ഡ് ഇൻ എ വെർട്ടിക്കൽ പൊസിഷൻ. ഗ്യാസ് സിലിണ്ടർ നമ്മ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? കുത്തനെയുള്ളതല്ലേ കണ്ടേക്കുന്നേ അല്ലെ? സിലിണ്ടറിക്കൽ ഷേപ്പില് കുത്തനെയുള്ളത് അല്ലെ, ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നതോ ചെരിഞ്ഞിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്, ഗ്യാസ് സിലിണ്ടേഴ്സ് ഓൾവേസ് മിക്കപ്പോഴും എങ്ങനെയായിരിക്കും? വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കും, കുത്തനെയുള്ളതായിരിക്കും. ഇഫ് നോട്ട് സ്പെസിഫിക്കലി ഡിസൈൻഡ് ടു ബി യൂസ്ഡ് അതർവൈസ്. എന്താണ്, വേറെ എന്തെങ്കിലും രീതിയിലാണെങ്കിൽ നമ്മ അങ്ങനെ തന്നെ ഉപയോഗിക്കാന്ന്, വല്ല ചെരിഞ്ഞുള്ളതോ. അപ്പൊ അതിന് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ഗ്യാസ് സിലിണ്ടർ ഷുഡ് ഓൾവേസ് ബി safely regulated. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്നാണ്. വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഗ്യാസ് കത്തിക്കുന്നു. എന്താണ്, അവിടെ ആവശ്യമായ വായുസഞ്ചാരം ലഭിക്കുന്നതിന് വേണ്ടി വെന്റിലേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോ ജസ്റ്റ് നിങ്ങൾക്ക് വേഗം ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാ പറഞ്ഞത്. എന്താണ്, രാവിലെ എണീക്കുമ്പോ വിൻഡോ ഓപ്പൺ ചെയ്ത് നമ്മൾ എന്താണ് ഗ്യാസ് കത്തിക്കുന്നതിന് വായുസഞ്ചാരം ലഭിക്കുന്നതിന് വേണ്ടി. ഓക്കെ. Next, gas cylinders should always be safely regulated to prevent them falling over. എന്താണ്, ഗ്യാസ് സിലിണ്ടർ വീഴാതിരിക്കാൻ അല്ലെ, ഫോളോ ചെയ്ത് വീഴാതിരിക്കാൻ വേണ്ട സുരക്ഷിതമാക്കുക അല്ലെ. ഗ്യാസ് സിലിണ്ടർ വീഴാതെ ചിലപ്പോ എന്താണ്, വീണ് കഴിഞ്ഞാല് ചിലപ്പോ ലീക്കേജ് സംഭവിക്കാം അല്ലെ, അതിന്റെ മുട്ടി പൊട്ടിപ്പോകാം. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ, ഫോളോ ചെയ്യാത്ത രീതി, വീഴാത്ത രീതിയിൽ സുരക്ഷിതമായി സൂക്ഷിക്കുക. സിലിണ്ടേഴ്സ് മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ് ടു എ ട്രോളി വെൻ ബീയിങ് ഷിഫ്റ്റഡ്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സിലിണ്ടേഴ്സ് കൊണ്ടുപോകുമ്പോൾ എന്തിൽ കൊണ്ടുപോകുക?
ട്രോളിയില് കൊണ്ടുപോവുക. അല്ലെങ്കിൽ നമ്മൾ വലിച്ച് ഒന്നും കൊണ്ടുപോവാതെ സുരക്ഷിതമായി ട്രോളിയിൽ കൊണ്ടുപോവുക. മേക്ക് ഷുവർ ദാറ്റ് ദ സിലിണ്ടേഴ്സ് ഓർ ഗ്യാസ് ഈസ് ദ റൈറ്റ് വൺ ഫോർ ദ ഇന്റേണൽ യൂസ്. നമ്മ ഉദ്ദേശിച്ച സിലിണ്ടർ തന്നെയാണോ, ഉദ്ദേശിച്ച ഗ്യാസ് തന്നെയാണോ അതിൽ അടങ്ങിയിട്ടുള്ളതെന്ന് ഉറപ്പാക്കുക. ഇപ്പൊ എന്താണ്, ചില സപ്ലയേഴ്സ് കൊടുക്കുന്ന കളർ മാറിപ്പോവാ അല്ലെ. മിസ് പറഞ്ഞില്ലേ കളർ കോഡ് അവർ വേറെ കൊടുക്കാം. അപ്പൊ നമ്മ എന്താ ആ കളർ കോഡ് മാത്രം എടുത്തിട്ട് പോവുകയാണ്. ചിലപ്പോ എന്താണ് വൈറ്റ് കളർ സിലിണ്ടർ ആയിരിക്കും നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത് അല്ലേ. ഓക്സിജൻ ആണെന്നും പറഞ്ഞ് വൈറ്റ് സിലിണ്ടർ ആയിരിക്കും എടുത്തുകൊണ്ട് പോകുന്നത്. പക്ഷെ അതിലെന്തായിരിക്കും സക്ഷൻ ആവാം. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഉറപ്പാക്കിയതിനു ശേഷം നമുക്ക് ഏത് ഗ്യാസ് ആണോ ആവശ്യം അത് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം എടുക്കുക, ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, സോർട്ട് ഔട്ട് ആൻഡ് ഒബ്വിയസ്ലി മാർക്ക് ഫുൾ ആൻഡ് എംപ്റ്റി സിലിണ്ടേഴ്സ്. തീർന്നതും ഫുൾ ആയിട്ടുള്ള ഗ്യാസ് സിലിണ്ടേഴ്സ് ഉണ്ടാവാം അല്ലെ സൂക്ഷിക്കുന്ന ഏരിയയില്, സ്റ്റോർ ചെയ്യുന്ന ഏരിയയില്. എംപ്റ്റിയും ഫുള്ളും ഗ്യാസ് സിലിണ്ടേഴ്സ് ഉണ്ടാവാലോ. അത് നമ്മൾ സോർട്ട് ചെയ്ത് തരം തിരിച്ച് സൂക്ഷിക്കുക. ഒരു ഏരിയയില് എംപ്റ്റി സിലിണ്ടേഴ്സ്, ഒരു ഏരിയയില് ഫുൾ ആയിട്ടുള്ള സിലിണ്ടേഴ്സ്, അങ്ങനെ സോർട്ട് ചെയ്ത് തരം തിരിച്ച് സൂക്ഷിക്കുക. Be dressed in appropriated personal protective equipments like safety shoes and safety spectacles. എന്താണ് ഈ പ്രദേശത്ത് ഈ ഗ്യാസുമായി ബന്ധപ്പെട്ട് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾ എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിച്ചിട്ടുണ്ടായിരിക്കണം. അവരെന്താണ് ഷൂസ് സേഫ്റ്റി സുരക്ഷിതമായിട്ടുള്ള ഷൂസുകൾ ധരിച്ചിട്ടുണ്ടായിരിക്കണം. സ്പെക്ടക്കിൾസ് കണ്ണടകളൊക്കെ ധരിച്ചിട്ടുണ്ടായിരിക്കണം. നെവർ റോൾ, ഡ്രാഗ് ഓർ ഡ്രോപ്പ് സിലിണ്ടേഴ്സ് ഓർ allow them to strike each other. എന്താണ് നമ്മൾ സിലിണ്ടേഴ്സ് വലിച്ചു കൊണ്ടുപോകാനോ ഉരുട്ടിക്കൊണ്ടു പോകാനോ അല്ലെങ്കിൽ എന്താണ് രണ്ട് സിലിണ്ടേഴ്സ് തമ്മിൽ ഉരസാനോ അതല്ലെങ്കിൽ കൂട്ടുമുട്ടാനോ ഒന്നും പാടില്ല. എന്താണ് നമ്മ ഇത് കറക്റ്റ് രീതിയിൽ ട്രോളികളിൽ തന്നെ ആയിരിക്കണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ. Turn off all valves when cylinders are not in use. നമ്മ സിലിണ്ടേഴ്സ് ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ നമ്മ എന്താ വാൽവുകള് ഓഫ് ചെയ്യുക, ടേൺ ഓഫ് ചെയ്യുക. നമ്മ വീട്ടിൽ അങ്ങനെയല്ലേ, രാത്രി കിടക്കാൻ നേരത്ത് ഗ്യാസിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്യൂ അല്ലെ. രാവിലെ എണീക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും ആ റെഗുലേറ്റർ ഓൺ ആക്കിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പൊ എന്താണ് അഥവാ സിലിണ്ടേഴ്സ് ഉപയോഗിക്കാത്ത സാഹചര്യത്തില് വാൽവുകള് ഓഫ് ചെയ്യുക, ടേൺ ഓഫ് ചെയ്യുക. നെക്സ്റ്റ്, when the cylinder is not in use, നമ്മൾ സിലിണ്ടർ ഉപയോഗിക്കുന്നില്ല, the valve protection cap shall be in place to protect the valve. എന്താണ് അപ്പൊ ആ വാൽവില് വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പുകൾ ഇട്ടിട്ടുണ്ടായിരിക്കണം. ലീക്കേജ് അല്ലെങ്കിൽ വേറെ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പുകൾ ഇട്ടുവെക്കുക. ക്ലിയർ ആയോ? മിസ്സെടുത്ത് ഇത്രയും ഭാഗം ക്ലിയർ ആണോ എല്ലാവർക്കും? എന്താണ് എണ്ണസംഖ്യ കുറവാണല്ലോ ഓരോ ക്ലാസ് കഴിയുന്തോറും. ഓക്കെ, ഇനി ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടാ. ഇന്ന് മിസ് ഇത്രേ എടുക്കുന്നുള്ളൂ. ഇത്രയും ഭാഗം എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am.